സംഘഗാനം UP വിഭാഗത്തിന്റെ റിസൾട്ടാണ് പറയാൻ പോകുന്നത്. കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു കാര്യം, 7 പേര് ഒരു പാട്ട് ഒരുപോലെ പാടുന്നതല്ല സംഘഗാനം. അതിനകത്ത് നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ സെക്കൻഡ്സ് ഉണ്ടാവണം, പാർട്സ് ഉണ്ടാവണം. അങ്ങനെ പാടുമ്പോഴാണ് അത് സംഘഗാനമാണ്. അല്ലാതെ 7 പേരും ഒരേപോലെ തന്നെ ഒരു പാട്ടിൽ നിന്ന് പാടിയിട്ട് പാടുന്നതല്ല സംഘഗാനം. അത് സ്കൂളുകാരെ നിർബന്ധമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന കലാകാരന്മാർ ഇഷ്ടം പോലെ ഉണ്ടാവും നിങ്ങളുടെ നാട്ടിൽ. അവരെ വിളിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ കൊണ്ട് ആ പാട്ട് പഠിപ്പിച്ച് കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുമ്പോഴാണ് അതിനൊരു ഭംഗിയുണ്ടായത്. ഇത് നിങ്ങൾ ഇങ്ങനെ പാട്ട് പാടിയിട്ട് ഡ്രസ്സിന് കുറെ കാശ് കൊടുത്ത് ഡ്രസ്സ് ഒരുപോലെയുള്ള ഇട്ടുകൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ള പാട്ടിന് നമ്മൾ മാർക്ക് കൊടുക്കും. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കില്ല. ഈ രണ്ടാമത്തെ കാര്യം, ശ്രുതി ഒട്ടും ചേരുന്നില്ല. കുട്ടികൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതിനെ നമ്മൾ എങ്ങനെ സംഘഗാനം എന്ന് വിളിക്കാൻ പറ്റും? നിങ്ങൾ കേട്ടതാണല്ലോ. ഒരു ടീം ഞാൻ ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള പാട്ടുകൾ പാടി, അവർക്ക് ഒട്ടും ശ്രുതിയാണ്. പിന്നെ കുട്ടികൾ കഷ്ടപ്പെട്ടതിൻ്റെ അനുസരിച്ച് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന കലാമേള എന്നുള്ള രീതിയിൽ ഞങ്ങൾ 3 ജഡ്ജസ് അവർക്ക് വേണ്ടിയിട്ട് മാർക്കിട്ട് കൊടുക്കുന്നതാണ്. ഈ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളെല്ലാം നല്ല കഴിവുള്ളവരാണ്. അവരെ പഠിപ്പിച്ചെടുത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ കുഴപ്പം പറ്റിയത്. അതുകൊണ്ട് കുട്ടികളെ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. നിങ്ങൾക്ക് അടുത്ത വർഷവും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല പാട്ട് പഠിപ്പിച്ചാലേ ഞങ്ങൾ പാടാവുള്ളൂ. നിങ്ങൾ നിർബന്ധം പിടിക്കുക കുട്ടികൾ. അപ്പം അധ്യാപകരും രക്ഷകർത്താക്കളും അതിന് വഴങ്ങും. അല്ലാതെ കണ്ടം ചെയ്ത പോലത്തെ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വന്ന് സ്റ്റേജിൽ കയറി പാടിയ സമ്മാനം കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. തരികയും. അതുകൊണ്ട് നന്നായിട്ട് പാട്ട് പാടുക, നന്നായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുക, ഗുരുക്കന്മാരെയും രക്ഷകർത്താക്കളെയും വളരെ ഈശ്വരനെ പോലെ കാണുക, അവർ പറയുന്നത് അനുസരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗുണങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമിനും അഭിനന്ദനങ്ങൾ. അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ A ഗ്രേഡ് കൊടുത്തിരിക്കും. ഈ റിസൾട്ട് പറയാൻ ഞാൻ ഈ സാറിനോട് താഴ്മയായിട്ട് പറഞ്ഞ ഇതൊരു ഭാരിച്ച ചടങ്ങ്. കാരണം ആർക്കും ഒരു സന്തോഷമില്ല. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം തോന്നാം. നിങ്ങളുടെ കുട്ടികൾ സ്റ്റേജിൽ പാടിയതിൻ്റെ റിസൾട്ടാണ് പറയുന്നത്. ഞങ്ങൾ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അതിനുള്ള പറ്റിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഇനി അത് പരിഹരിച്ച് അടുത്ത പ്രാവശ്യം സ്റ്റേറ്റിൽ ഫസ്റ്റ് വരുന്നത് കൊല്ലം ജില്ലയായിരിക്കും. അപ്പൊ നമ്മൾ റിസൾട്ടിലേക്ക് പോവാണ്. 3ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് കോഡ് നമ്പർ 109. സെക്കൻഡ് കിട്ടിയിരിക്കുന്നത്, എന്തുകൊണ്ട് മറ്റുള്ള ടീമുകളെല്ലാം മോശമാണെന്നല്ല കേട്ടോ പറഞ്ഞ്, എല്ലാവരും നല്ല ടീമാണ്. പക്ഷെ ഞങ്ങൾ അതിനകത്തുനിന്ന് ഒരു സെക്കൻഡ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കോഡ് നമ്പർ 113. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് കോഡ് നമ്പർ 110.